നമുക്കൊന്ന് വളരെ പെട്ടെന്ന് സെക്രട്ടേറിയറ്റിലേക്ക് കൂടി പോകാം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് അമൽ തേനപറമ്പിൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. അമൽ, ടീം VDS ആയി, സർക്കാരായി, മന്ത്രിസഭയായി, ഇനി ആദ്യത്തെ ക്യാബിനറ്റിൽ തീരുമാനങ്ങൾ എന്തൊക്കെ, പ്രഖ്യാപനങ്ങൾ എന്തൊക്കെ, പറഞ്ഞ ഗ്യാരണ്ടികളിൽ എന്തൊക്കെ ആദ്യ ദിവസം നടപ്പിലാക്കും, അതിന് കാത്തിരിക്കുകയാണ് നമ്മൾ. VD ക്യാബിനറ്റിന്റെ ആദ്യ യോഗം അല്പസമയത്തിനകം ചേരും. ഇപ്പോൾ VD സതീശനും സംഘവും, മന്ത്രിമാരുടെ സംഘവും ഗവർണറുടെ അടുത്തേക്ക് പോയിരിക്കുകയാണ്. ലോക്ഭവനിലെത്തി ഗവർണറുടെ ചായ സൽക്കാരത്തിന് ശേഷമായിരിക്കും തിരിച്ചു മടങ്ങി ഇവിടേക്ക് എത്തുക. നോർത്ത് ബ്ലോക്കിലുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസുണ്ട്, അതിന് ചേർന്നുള്ള ക്യാബിനറ്റ് ഹാൾ, അവിടെയായിരിക്കും മന്ത്രിസഭായോഗം, ആദ്യ മന്ത്രിസഭായോഗം ചേരുക. നിർണായകമായ തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി അടക്കമുള്ള കാര്യങ്ങളിലെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതോടൊപ്പം മറ്റ് പല പ്രധാന വിഷയങ്ങളിലും തീരുമാനമെടുക്കാനുണ്ട്. ആശമാരുടെ ഓർഡിനറിയും സംബന്ധിച്ച കാര്യത്തിൽ വർധനവുണ്ടാകും. ആദ്യ ക്യാബിനറ്റിൽ പ്രഖ്യാപിക്കും എന്നുള്ളത് VD സതീശൻ നേരത്തെ പറഞ്ഞു വെച്ചിരുന്നതാണ്. ആ പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം. എന്തായാലും അധികം വൈകാതെ ഇപ്പോൾ ചില അറ്റകുറ്റപ്പണികളുമൊക്കെ ഇവിടെ ഈ നോർത്ത് ബ്ലോക്കിൽ നടക്കുകയാണ്. ഇതിൽ നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന മൂന്നാം നിലയുണ്ട്, അവിടെയാണ് ക്യാബിനറ്റ് യോഗം ചേരുക. ഇവിടേക്ക് ഇങ്ങനെ ഒരു ജനക്കൂട്ടം, ഇതാണ് ഈ ഒരു ജനക്കൂട്ടത്തെ ഈ നോർത്ത് ബ്ലോക്കിന് മുന്നിൽ കണ്ടിട്ട് 10 വർഷമായി. ഇങ്ങനെ ഒരു ആൾക്കൂട്ടം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ ഒരു മന്ത്രിമാരുടെ ക്യാബിനറ്റ് നടക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ വാഹനം ആദ്യം, രണ്ടാമത് കിടക്കുന്നത് മന്ത്രി K രാജന്റെ വാഹനം, അതിന് തൊട്ടിപ്പുറയായി റോഷി അഗസ്റ്റിന്റെ വാഹനം, കൃഷ്ണൻകുട്ടിയുടെ വാഹനം, ഇതാണ് ഈ മുൻനിരയിൽ നമ്മൾ കണ്ടിരുന്നത്. മറ്റ് മന്ത്രി വാഹനങ്ങളെല്ലാം ഈ താഴെ. മറ്റൊരൊറ്റ മനുഷ്യൻ, സാധാരണക്കാരായ ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ നിൽക്കാൻ പോലീസ് അനുവദിക്കുമായിരുന്നില്ല. ഇത് ആദ്യ ക്യാബിനറ്റാണ്, ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്നറിയില്ല. എന്തായാലും ഇന്നിപ്പോൾ മുഴുവൻ ആളുകൾക്കും ഒരു നിയന്ത്രണവും കൂടാതെ സെക്രട്ടേറിയറ്റിലേക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. പാസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുമോ എന്ന് നമ്മൾ കാത്തിരിക്കുന്നു. ഇപ്പം പണ്ട് ഈ ക്യാബിനറ്റ് കഴിഞ്ഞാൽ ബ്രീഫിംഗ് ഉണ്ടാകാറുണ്ടായിരുന്നു, അത് ഇപ്പോൾ ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ പുനഃസ്ഥാപിക്കപ്പെടുമോ എന്നുള്ളൊരു കൗതുകമൊക്കെ ഉണ്ട്. യോഗം നടക്കുമ്പോൾ ഇവിടേക്ക് വന്നു കയറിയത് അതിനു മുൻപോ ശേഷമോ അങ്ങനെ ഒരു സാഹചര്യം കണ്ടിട്ടില്ല. ഇപ്പോൾ അതിന്റെ ഒരു തനിയാവർത്തനം ഉണ്ടാകുന്നു. ആളുകൾ മുഴുവനും സെക്രട്ടറി അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നേരെ ക്യാബിനറ്റ് യോഗം നടക്കുന്ന നോർത്ത് ബ്ലോക്കിന് താഴേക്ക് എത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി അടക്കം എത്തുമ്പോൾ ഈ ആളുകൾ ഒരുപക്ഷെ ഇവിടെ നിന്നും മാറ്റാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത്രയധികം ആളുകൾ ഇവിടെയുണ്ട്. സുരക്ഷ നോക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ്. അവിടേക്കാണ് ആളുകൾ ഇത്തരത്തിൽ എത്തിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താനുള്ള അനുമതി 10 വർഷത്തിന് ശേഷമാണ്. ഇവിടെ നിന്ന് ദൃശ്യങ്ങൾ പകർത്താൻ പാടില്ലായിരുന്നു. അകത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുന്ന ഹാളിനകത്തായിരുന്നു നമ്മൾ മാധ്യമപ്രവർത്തകർക്ക് പ്രവേശനം ഉണ്ടായിരുന്നത്. അവിടെ കൊണ്ടുവച്ച് വാർത്താ സമ്മേളനം കഴിഞ്ഞാൽ ക്യാമറ എടുത്ത് ഇവിടെ നിന്നും പോകണമായിരുന്നു. ഇങ്ങനെ പുറത്തു നിന്ന് ഷൂട്ട് ചെയ്യാനോ ഇവിടുത്തെ ദൃശ്യങ്ങൾ കാണിക്കാനോ ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനോ മുന്നിൽ നിന്നുള്ള ഈ ദൃശ്യങ്ങൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സാഹചര്യം എന്നുള്ളത്, ഇങ്ങനെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്നത്, അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളതാണ് അമൽ പറയുന്ന കാര്യം. അപ്പോൾ മാറ്റങ്ങളുടെ തുടക്കമാണ്. VDS സർക്കാരായി, VDS മന്ത്രിസഭയായി, ഇനി ആദ്യ ക്യാബിനറ്റിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ, എന്തൊക്കെ പറഞ്ഞ ഗ്യാരണ്ടികളിൽ എന്തൊക്കെ പ്രഖ്യാപനമായി മുന്നോട്ട് വരും എന്നുള്ളതാണ് അറിയേണ്ടത്. ക്യാബിനറ്റ് ബ്രീഫിംഗ് ഉണ്ടാകുമോ എന്നുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്.